നമസ്കാരം, എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഈന്തപ്പഴ ലേഹ്യത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈന്തപ്പഴത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈന്തപ്പഴം വിളർച്ച മാറാൻ, അതുപോലെ തന്നെ ശരീരം നല്ലോണം മെലിഞ്ഞിരിക്കുന്നവർക്ക് തടി വെക്കാനൊക്കെ ഈന്തപ്പഴം നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ലത് ഈന്തപ്പഴം ലേഹ്യമായിട്ട് കഴിക്കുകയാണെന്ന്. അപ്പോൾ 1-2 പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈന്തപ്പഴം ലേഹ്യം ഉണ്ടാക്കാന്ന്. വളരെ ഈസിയാണ് കേട്ടോ ഈന്തപ്പഴ ലേഹ്യം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഈന്തപ്പഴ ലേഹ്യം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ആവശ്യം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈന്തപ്പഴമാണ്. അപ്പോൾ ഈന്തപ്പഴം ഒരു 250 ഗ്രാം നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു 2 കപ്പൊക്കെ വെച്ച് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ 250 ഗ്രാം ആണ് നിങ്ങൾ ഈന്തപ്പഴം എടുക്കുന്നതെന്ന് വെച്ചാൽ 20 ഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് ഉണക്കമുന്തിരി എടുക്കാം, അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ്, ബദാം എടുക്കാം. ബദാം തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ കടല, സാധാരണ പീനട്ട് എടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ്, വാൾനട്ടോ അല്ലെങ്കിൽ പിസ്തയോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള നട്ട്സൊക്കെ 20 ഗ്രാം വെച്ച് എടുക്കാം. എന്താണെങ്കിലും ഈ 3 ഇൻഗ്രീഡിയൻറ്റ് എന്തായാലും എടുക്കണം, അതായത് കശുവണ്ടി പരിപ്പും ബദാമും ഉണക്കമുന്തിരി. അപ്പോൾ ഇത് 250 ഗ്രാം ഈന്തപ്പഴം ഇല്ലേ, ആദ്യം തന്നെ ഈ ഈന്തപ്പഴം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ, ഇപ്പോൾ 1 കപ്പ് ഈന്തപ്പഴത്തിൻ്റെ അളവാണെങ്കിൽ 2 കപ്പ് തിളച്ച വെള്ളത്തിൽ ഈന്തപ്പഴം ഇട്ട് വെക്കുക. ഒരു 1/2-3 മണിക്കൂറോളം നമ്മളിത് കുതിർത്തി വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈന്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ട് പോന്നു തുടങ്ങും. എന്നിട്ട് നമ്മൾ ഈ തൊലി റിമൂവ് ചെയ്യണം, അതിൻ്റെ ഉള്ളിലുള്ള കുരു മാറ്റി കളയണം. അപ്പോൾ തൊലി മാറ്റുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴത്തിലെ കട്ടിയുള്ള ഫൈബർ ഈ ഒരു തൊലിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈന്തപ്പഴ ലേഹ്യം കൊടുക്കുന്ന സമയത്ത് ഈ തൊലിയും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ മുതിർന്നവർക്ക് തന്നെയാണെങ്കിലും ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹനം കുറവുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഈ തൊലി റിമൂവ് ചെയ്യണതാണ് നല്ലത്. അപ്പം അങ്ങനെ ഇല്ലാത്ത പക്ഷം നിങ്ങൾ തൊലി റിമൂവ് ചെയ്യേണ്ട, പക്ഷെ എപ്പോഴും കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തൊലിയും കൂടെ കളഞ്ഞെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഈ ഈന്തപ്പഴം, അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ്, അതായത് ഉണക്കമുന്തിരി, കശുവണ്ടി പരിപ്പ്, ബദാം, പിന്നെ നിങ്ങൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും, ഇതെല്ലാം കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 2 കപ്പ്, അതായത് നമ്മൾ എത്രയാണോ ഈന്തപ്പഴം എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി പശുവിൻ പാലോ അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ കട്ടിപ്പാൽ എടുക്കരുത്, വെള്ളം ചേർത്ത് അരച്ചിട്ടുള്ള 2-ാം പാൽ വേണം എടുക്കാനായിട്ട്. 2-ാം പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെരുകി പാൽ എടുക്കില്ലേ, അതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ 2-ാം പാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുക, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പശുവിൻ പാൽ ഉപയോഗിക്കുക. അപ്പോൾ പശുവിൻ പാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലേഹ്യം കുറേ കാലം കേടുവരാതിരിക്കും. അപ്പോൾ തേങ്ങാപ്പാലാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഈന്തപ്പഴം ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ഉരുളിയിൽ വേവിക്കാം, കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. എന്നിട്ട് ഈ വേവിച്ചെടുത്ത മിക്സിൽ നന്നായിട്ട് ഉടഞ്ഞിരിക്കണം. ഉടഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് അരച്ചെടുക്കണം. അതിനുശേഷം നല്ല അടികട്ടിയുള്ള ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ പശുവിൻ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഈ ലേഹ്യത്തിൻ്റെ ഈ അരച്ചു വെച്ച പരുവല്ലേ, അല്ലെങ്കിൽ ഈ വെന്തുടഞ്ഞ പരുവം ആ ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ വരട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ ഘട്ടം വരുമ്പോഴും അതിലേക്ക് കുറച്ചായിട്ട് നെയ്യ്, പിന്നെയും കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ഉരുളിയുടെ മുകളിൽ നിന്ന് ഈ ഒരു നെയ്യല്ല, ഈ ഒരു ലേഹ്യം വിട്ട് പോരുന്ന ഒരു പരുവമാണ് നമ്മുടെ ലേഹ്യത്തിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ആ ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അതിനുശേഷം ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു നല്ല ഗ്ലാസ് ബോട്ടിൽ, നല്ലോണം അടപ്പ് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈന്തപ്പഴ ലേഹ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഈന്തപ്പഴ ലേഹ്യം നമുക്ക് കുട്ടികൾക്ക്, സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് പൊതുവേ വിളർച്ചയുടെ പ്രശ്നം കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അവർക്കൊരു ആർത്തവത്തിൻ്റെ തുടക്കത്തിലൊക്കെ അവർക്ക് കൂടുതലും കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം, അമ്മമാരൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾക്ക് രക്തക്കുറവുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ആർത്തവാരംഭത്തിലൊക്കെ പെൺകുട്ടികൾക്ക് കൂടുതൽ ദിവസം പീരീഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് റെഗുലർ ആവാൻ ഒരു 1-2 വർഷം എടുക്കും. അത് കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് അവർക്ക് രക്തക്കുറവുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഈ ഒരു ലേഹ്യം വളരെ നല്ലതാണ്. അപ്പോൾ ഈ ലേഹ്യം രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ഭക്ഷണത്തിന് ശേഷം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കാം. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് പശുവിൻ പാലും കൂടി കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക്, ഇപ്പോൾ സാധാരണ പ്രസവരക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രസവരക്ഷയ്ക്ക് കഴിക്കുന്ന ആയുർവേദ മരുന്നുകളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഈന്തപ്പഴ ലേഹ്യം കഴിക്കാം. അപ്പോൾ ആ മരുന്നുകളുള്ള സമയത്ത് കഴിക്കേണ്ട, അതിന് പകരം മറ്റ് സമയങ്ങളിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം 2 ടീസ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലേഹ്യം കഴിക്കാം.
അപ്പം അതും നല്ലതാണ്. പിന്നെ അല്ലാത്തവർക്ക്, ഈ മെലിഞ്ഞ് പോയവർക്ക്, ശരീരം അല്ലാതെ മെലിഞ്ഞിരിക്കുന്നവർക്ക് ഈ ഒരു ലേഹ്യം നല്ലതാണ്. അപ്പോൾ പൊതുവേ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മറ്റു ആയുർവേദ ലേഹ്യങ്ങളുടെ കൂടെ ഇത് കഴിക്കാൻ പാടുമെന്ന്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഡോക്ടേഴ്സ് തന്ന മറ്റ് ശരീരപുഷ്ടി ഉണ്ടാവാനുള്ള ലേഹ്യങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഒരു ലേഹ്യം കഴിക്കാവുന്നതാണ്. യാതൊരു കുഴപ്പമില്ല. രക്തം വെക്കാൻ, അതുപോലെ തന്നെ ശരീരത്തിന് നല്ലോണം പുഷ്ടി ഉണ്ടാവാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾ ഈ ലേഹ്യം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് ഉണക്കമഞ്ഞൾ പൊടിച്ചത് അതും ചേർക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അയമോദകവും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ വെച്ച് ചേർക്കണം. അത് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനാണ്. അപ്പോൾ നമ്മൾ ലേഹ്യം കഴിക്കുമ്പോൾ നമുക്ക് ദഹനത്തിനൊന്നും കുഴപ്പമില്ലാതിരിക്കും, കാരണം ഹെവി അല്ലേ. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് പോലത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ലാസ്റ്റ് ആ പരുവായി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ അരച്ച ആ ഒരു മിശ്രിതം ഇല്ലേ, അത് നമ്മൾ ഉരുളിയിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ വരട്ടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. അത് 3ഉം ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഞാൻ ഇതിൻ്റെ എല്ലാ അളവും കൂട്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ തടി കൂടാനായിട്ടും അതുപോലെ വിളർച്ച മാറാനായിട്ടൊക്കെ വളരെ നല്ലൊരു മെഡിസിനാണ് ഈന്തപ്പഴ ലേഹ്യം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക, വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.